എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. ജീവിതം തന്നെ കെട്ടുകാഴ്ചകൾ കൊണ്ട് നിറയുമ്പോൾ മാധ്യമങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. പ്രവാസികളുടെ വേദന നിറഞ്ഞ അനുഭവങ്ങളുമായി ഈ ആഴ്ചയിലെ എക്സ്ചേഞ്ച് പ്രവാസ ലോകം നമുക്കിവിടെ ആരംഭിക്കാം. നവോദയ ദല്ല ഏരിയയ്ക്ക് കീഴിലുള്ള കൊതിരിയ നോർത്ത് യൂണിറ്റിലെ ആദ്യകാലം മുതൽക്കുള്ള മെമ്പറും ആലപ്പുഴ സ്വദേശിയുമായ സുശീല ഗോപാലന്റെ കുടുംബസഹായധനം വെള്ളിയാഴ്ച കൊതിരയിൽ വെച്ച് കൈമാറി. വെക്കേഷന് നാട്ടിൽ പോയ ഇദ്ദേഹം ബോംബെയിൽ വെച്ചുണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടയുകയായിരുന്നു. നവോദയ അംഗമായിരിക്കെ മരണമടയുന്നവർക്ക് നവോദയ പ്രഖ്യാപിച്ച് വിതരണം ചെയ്യുന്ന 1 ലക്ഷം രൂപയുടെ ചെക്ക് നവോദയ കേന്ദ്ര ഏരിയ മേഖല യൂണിറ്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ യൂണിറ്റ് സാമൂഹ്യക്ഷേമ കൺവീനർ ലാലുസിയിൽ നിന്നും സുശീല ഗോപാലന്റെ മകൻ അഖിൽ സുശീലൻ ഏറ്റുവാങ്ങി. കൊതിരിയ നോർത്ത് യൂണിറ്റ് ട്രഷറർ ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മേഖലാ വൈസ് പ്രസിഡന്റ് ശിവരാമപിള്ള, യൂണിറ്റ് സെക്രട്ടറി സണ്ണി എന്നിവർ വിശദീകരണം നടത്തി. കഴിഞ്ഞ സെപ്റ്റംബർ 10 ജിദ്ദയിൽ നിന്ന് ജോലി ആവശ്യാർത്ഥം അബഹയിലേക്ക് പോകുന്ന വഴിക്ക് വാഹനാപകടത്തിൽ ഗുരുതരമായി അപകടം പറ്റിയ മലപ്പുറം പരപ്പനങ്ങാടി സ്വദേശി KP മഹേഷിനു ജിദ്ദ നവോദയ സ്വരൂപിച്ച സാമ്പത്തിക സഹായം കൈമാറി. വാഹനാപകടത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് മാരകമായി പരുക്കുപറ്റിയ മഹേഷിനെ സ്ട്രെച്ചറിലാണ് നാട്ടിലേക്ക് കൊണ്ടുപോയത്. തുടർ ചികിത്സ നടത്താനായി ജിദ്ദ നവോദയ ഭവാദി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിരിച്ചെടുത്ത തുക കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ എത്തിച്ചു. മഹേഷിന്റെ കൂടെ വാഹനാപകടത്തിൽപ്പെട്ട കിഴക്കേ പാണ്ടിക്കാട് സ്വദേശി ഫൈസലിനുള്ള സഹായം അടുത്ത ദിവസങ്ങളിൽ കൈമാറുമെന്ന് ഭവാദി ഏരിയ രക്ഷാധികാരി സുരേഷ് പയ്യന്നൂർ പറഞ്ഞു. നവയുഗം ജീവകാരുണ്യ വിഭാഗത്തിന്റെ ശക്തമായ പ്രവർത്തന ഫലമായി തൊഴിൽ കേസിലകപ്പെട്ട 4 മലയാളി യുവാക്കൾ കൂടി നാട്ടിലേക്ക് മടങ്ങി. ജോലിസ്ഥലത്തെ പീഡനം നേരിടുകയും തൊഴിൽ കരാർ പാലിക്കാത്ത സ്പോൺസറുടെ നടപടികൾ സഹിക്കവയ്യാതെയാണ് ഇവർ ലേബർ കോടതിയിൽ പരാതി കൊടുത്തത്. മലപ്പുറം സ്വദേശി യാസിർ അർഫാത്ത്, വർക്കല സ്വദേശി ദീപുകുമാർ, തൃശൂർ ആവിനിശ്ശേരി സ്വദേശി ടിൻസൺ തോമസ്, തിരുവനന്തപുരം പോത്തങ്കോട് സ്വദേശി കിരൺ എന്നിവർ തുകുബയിൽ സ്വദേശി പൗരൻ നടത്തുന്ന കാർ വാഷിംഗ് കമ്പനിയിൽ ജോലിക്കാരായിരുന്നു. ഇവരുടെ കൂട്ടത്തിൽ കേസ് കൊടുത്ത 4 മലയാളികൾ കൂടി യാത്രാരേഖകൾ കിട്ടാത്തതുമൂലം നാട്ടിൽ പോകാൻ കഴിയാതെ നിൽക്കുന്നുണ്ട്. അവർക്കായി ഷാജി മതിലകം നിരന്തരം സ്പോൺസറുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖത്തറിൽ പാചക ജോലിക്ക് വന്ന അൽഹസ അതിർത്തി പ്രദേശമായ സൽവയിലേക്ക് ആടിനെ മേക്കാൻ വേണ്ടി പോയ മരുഭൂമിയിൽ വെച്ച് മരണപ്പെട്ട കൊല്ലം സ്വദേശി അനീഷ് കുമാറിന്റെ മൃതദേഹം നവോദയ പ്രവർത്തകരുടെയും ഇന്ത്യൻ എംബസിയുടെയും ഇടപെടലിനെ തുടർന്ന് നാട്ടിലെത്തിച്ചു. 3 മാസം മുമ്പാണ് അനീഷ് ഖത്തറിൽ എത്തിയത്. 2 മാസം നാടുമായി ബന്ധം പുലർത്തുകയും പണം അയക്കുകയും ചെയ്തതായി ബന്ധുക്കൾ പറഞ്ഞു. ഒരു ദിവസം മനീഷിനെ കാണാനില്ലെന്ന് കൂടി ജോലി ചെയ്ത നേപ്പാളി സ്വദേശി സ്പോൺസറെ അറിയിച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് മരുഭൂമിയിൽ ഒരാഴ്ച മുമ്പ് മരിച്ച നിലയിൽ അനീഷിനെ കണ്ടെത്തിയത്. സൽവ പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് മൃതദേഹം അൽ അസ കിങ് ഫഹദ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. 5.5 വർഷം മുമ്പ് സൗദിയിലെ ജിദ്ദയിലേക്ക് ജോലിക്കായി പോയ തിരുവനന്തപുരം സ്വദേശി ഒർജിൻ ഷാജിയെ തേടിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും ഏക മകളും പ്രവാസി ലോകത്തിൽ എത്തിയിരിക്കുന്നത്. ഷാജി ഇപ്പോൾ ജയിലിലാണെന്നാണ് സിന്ധുവിന് കിട്ടിയ വിവരം. ഷാജിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരുടെ കുടുംബത്തോട് തന്നെ ചോദിച്ചറിയാം. ഷാജി 5.5 വർഷമായി അല്ലേ? പൈസ ഒന്നും അയക്കാറില്ല? 2 വർഷം ജോലി ചെയ്തായിരുന്നു. 2 വർഷം ജോലി ചെയ്തോളൂ. എന്ത് ജോലിക്കാരനാ ഷാജി? ഡ്രൈവിംഗ് ആണ്. ഇപ്പൊ ജയിലിലാണെന്നാണ് പറയുന്നത്. ജയിലിലാണ്. എന്തിനാ ജയിലിൽ പോയത് അറിയോ? അറബി കേസ് കൊടുത്തതാ നാട്ടിൽ വരാനായിട്ട് ചെന്നതായിരുന്നു. അന്നേരം അറബി പിടിച്ചകത്താക്കിയത്. അപ്പൊ അവിടെ ആയിരുന്നില്ല ജോലി ചെയ്തിരുന്നത്? ചാടി നിന്ന് ജോലി അറബിയുടെ പുറത്തിറങ്ങിയായിരുന്നു. അറബിയുടെ അവിടുന്ന് പുറത്തിറങ്ങിയിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അപ്പൊ സ്പോൺസറെ മാറി ജോലി ചെയ്തതിനാണ് ഇത് ചെയ്തത്. എന്നിട്ട് ഇപ്പൊ എത്ര കാലമായി ജയിലിലായിട്ട്? 1.5 വർഷം കഴിഞ്ഞു. എന്താ പറയുന്നത്? അവിടുന്ന് എംബസി ഇടപെട്ടൊന്നുമില്ലേ? എംബസിയൊക്കെ നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്യും. അവര് ചെയ്യാന്ന് പറയുന്നത് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. എന്താ പറയുന്നത്? അറബി അവര് ബന്ധപ്പെട്ടപ്പോ ആദ്യം 8 ലക്ഷം രൂപയാണ് അവര് ചോദിച്ചത്. അവിടെ നിന്ന് പൈസ എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞു. അത് കൊടുത്തെങ്കിലും ആദ്യമൊക്കെ വിടത്തോളെന്ന് പറഞ്ഞു. ഇപ്പം പറയുന്നു 1.5 ലക്ഷം രൂപ കൊടുത്താൽ വിടാന്ന്. കൊടുക്കാനുള്ള മാർഗമൊന്നുമില്ല.
വീട് പോലും ഇല്ല. എൻ്റെ സഹോദരൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഷാജി ഇവിടെ എന്തായിരുന്നു ജോലി? എല്ലാ ജോലിക്കും പോവായിരുന്നു. ഷാജിക്ക് സഹോദരങ്ങളുണ്ടോ? ഉണ്ട്. മോക്ക് 6 മാസമായപ്പോ പോയതാ. നിങ്ങള് എംബസിയെ ഇവിടെ ഗവൺമെന്റിലൊക്കെ പോയോ? എല്ലായിടം പോയി. ഇതാക്കത്തില് ആരും സഹായിച്ചില്ല? ഇല്ല. പാസ്പോർട്ട് ഏതാണ്ട് പ്രശ്നമെന്ന് പറഞ്ഞാ ഇപ്പൊ പറയുന്നത്. കൂട്ടുകാരൻ വഴി അറിഞ്ഞത് സുഖമില്ലെന്നും പറയുന്നു. ഷാജി പാവാ അല്ലേ ആള്? സുഖമില്ല. ഇപ്പൊ ഹിരണ്യയുടെ അസുഖം അവരെ അമ്മയൊന്നും അറിഞ്ഞിട്ടില്ല. അമ്മയുടെ വീട്ടിൽ അറിയിച്ചിട്ടില്ല. അമ്മ സുഖമല്ല, ഹാർട്ടിന്റെ പ്രോബ്ലം ആയിട്ട് കിടക്കുക. എംബസിക്കാർ ചെന്നാലും ഇനി ഇറക്കാൻ പറ്റത്തോളെന്ന് പറയുന്നത്. പ്രവാസലോകം പ്രവർത്തകർ ജിദ്ദയിലല്ലേ അല്ലേ? ജിദ്ദയിലല്ലേ? ഇപ്പൊ ദമാമി ജയിലിലാന്ന് പറഞ്ഞു. ഒത്തിരി അടുത്ത് മാറ്റി മാറ്റി കൊണ്ടുപോകും. സൗദി അറേബ്യയിലെ ജിദ്ദയിലും ദമാമിലുമുള്ള പ്രവാസലോകം പ്രവർത്തകർ ഒറിജിൻ ഷാജി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഒറിജിൻ ഷാജി ഡ്രൈവറായിട്ട് പോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്പോൺസറെ വിട്ട് വേറൊരാളുടെ കൂടെ ജോലി ചെയ്ത് ഇതാക്കത്തും മറ്റു പ്രശ്നങ്ങളും വന്നപ്പോൾ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ സ്പോൺസറെ സമീപിച്ചപ്പോൾ 8 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു. 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപ ജീവിതത്തിൽ ഷാജി കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഷാജി ഇപ്പോൾ ദമാമിലെ ജയിലിലാണെന്ന് പറയുന്നു. ഷാജി സ്വന്തം വീടില്ല, ഒരു സഹോദരൻ്റെ വീട്ടിലാണ് ഷാജിയുടെ ഭാര്യയും മകളും കഴിഞ്ഞുകൂടുന്നു. വളരെ ദുരിതപൂർവമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യമാണ് നമ്മളുടെ മുന്നിൽ ഈ സഹോദരി ഉയർത്തുന്നത്. ചില രോഗങ്ങൾ ഷാജിക്കുണ്ട് എന്ന് പറയുന്നു. പൂർണ്ണമായി നിസ്സഹായനായ ഒരാളാണ് ഒറിജിൻ ഷാജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ ഗവൺമെൻറ്റുകളൊക്കെ എല്ലാം ക്ലിയർ, എല്ലാം സ്വർഗം എന്ന് ഉദ്ഘോഷിക്കുമ്പോൾ ഇത്തരത്തിൽ ജയിലിൽ കിടക്കുന്ന ഷാജിമാരുടെ എണ്ണത്തെക്കുറിച്ച് ആർക്കും ഒരു മിണ്ടാട്ടവുമില്ല. പത്രങ്ങളിൽ, മീഡിയകളിൽ നമ്മളെ ഭരണാധികാരികൾ പ്രത്യക്ഷപ്പെട്ട് നമ്മളെല്ലാം പരിഹരിച്ചിരിക്കുന്നു എന്ന് ജനങ്ങളോട് ഇങ്ങനെ അങ്ങ് പറയുകയാണ്. എല്ലാം ഇത്തരത്തിലുള്ള മനുഷ്യർ, ദീർഘകാലം ചൂഷണത്തിന് വിധേയമായപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും, എന്നോട് പോലും ഇപ്പോൾ ചിലർ പ്രതിഷേധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പറയേണ്ടത് പറയേണ്ട കാലത്ത് പറയേണ്ട സന്ദർഭത്തിൽ പറഞ്ഞു പോകണം എന്നാണ് എൻ്റെ നീതിബോധം പറയുന്നത്. ഇത്തരത്തിൽ ജയിലിൽ കിടക്കുന്ന മനുഷ്യരുടെ കുറ്റവാളികളാക്കുന്ന സമ്പ്രദായത്തെ നമ്മൾ പരിശോധിക്കണം എന്നാണ് പറയുന്നത്. നമ്മുടെ എംബസികൾ ഒറിജിൻ ഷാജിയെപ്പോലുള്ള നിസ്സഹായരായ മനുഷ്യരുടെ സഹായത്തിനെത്താൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ജയിലുകളിൽ സന്ദർശിക്കുന്ന പൊതുപ്രവർത്തകരായിട്ടുള്ള ഒട്ടേറെ പേർ സൗദി അറേബ്യയിലുണ്ട്. മുഹമ്മദ് അലിയെപ്പോലെയുള്ള എൻ്റെ സുഹൃത്തുക്കൾ ജയിലിൽ പോകുന്ന ആളുകളാണ്. ഒറിജിൻ ഷാജിയെ നിങ്ങൾ കാണണം എന്നാണ് അവരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഷാജിക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഉള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം.
എംബസിയെ കൊണ്ട് ഇടപെടിയിക്കണം. എംബസിയുടെ ശ്രദ്ധയിൽ ഷാജിയുടെ വിഷയങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കണം. ഷാജി ജയിലിൽ കഴിയുന്ന ആൾക്ക് ഒരു സഹായവും ഉണ്ടാകില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ആരും കാണാൻ ചെല്ലുണ്ടാവില്ല. 1.5 വർഷമായിട്ട് ആ സാധു മനുഷ്യൻ ജയിലിലാണ്. ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒറിജിൻ ഷാജിയെപ്പോലുള്ള നിസ്സഹായരായ മനുഷ്യരെ തേടിപ്പോകേണ്ടത് നമ്മളുടെ കടമയാണ്. പ്രവാസ ലോകത്തിൽ കരുണ പറ്റിയിട്ടില്ലാത്ത മനുഷ്യർ ഏറെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒട്ടേറെ മനുഷ്യർ, ഒട്ടേറെ പ്രവർത്തകർ, ഒട്ടേറെ സംഘടനകൾ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു മുന്നേറ്റത്തിന് ഊർജം പകരുന്നതാണ്. തീർച്ചയായിട്ടും പ്രവാസലോകം പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർ ജയിലിൽ പോയി ഷാജിയെ കണ്ട് എംബസിയുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തെ നാട്ടിലയക്കാനുള്ള അടിയന്തരമായിട്ടുള്ള നടപടികൾ ഇതോടുകൂടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ മുന്നിലിരുന്ന് കരഞ്ഞ സഹോദരി നമ്മളുടെ എല്ലാവരുടെയും കണ്ണുനീരാണ് നിങ്ങൾക്ക് പങ്കുവച്ചത്. ആ കണ്ണുനീരൊപ്പാനുള്ള ചുമതല അടിസ്ഥാന വർഗത്തിന് തന്നെയാണ്. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന അടിസ്ഥാന വർഗം തന്നെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടുന്നതെന്ന് അറിയാത്തവനല്ല ഞാൻ. ഈ പ്രശ്നത്തിലും നിങ്ങളുടെ സഹായങ്ങളുണ്ടാവണം, നിങ്ങളുടെ അന്വേഷണങ്ങളുണ്ടാവണം, നിങ്ങളെ ഇടപെടലുകളുണ്ടാവണം എന്നാണ് പ്രവാസ ലോകം പ്രവർത്തകരോട് എനിക്ക് പറയുന്നത്. ആരെങ്കിലും ഷാജിയോട് കാണുകയാണെങ്കിൽ ഷാജി എംബസിയുമായിട്ട് ഇടപെടാൻ ശ്രമിക്കണം. എംബസി തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. നമുക്ക് നോക്കാം. ധൈര്യമായിട്ട് പോട്ടാ. 2 വർഷമായി സൗദിയിലെ അൽ കാസിമിൽ ജോലി ചെയ്യുന്ന കൊല്ലം സ്വദേശി ജവാദിനെ തേടിയാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ ഇന്ന് പ്രവാസി ലോകത്തിലെത്തിയിരിക്കുന്നത്. ജവാദിൻ്റെ തിരിച്ചുവരവ് അദ്ദേഹത്തിൻ്റെ സ്പോൺസർ മുടക്കുകയാണ്. മകൻ്റെ തിരിച്ചുവരവാണ് ഇദ്ദേഹത്തിൻ്റെ ഉമ്മയും സുഖമില്ലാത്ത ഉപ്പയും ആഗ്രഹിക്കുന്നത്. ജവാദ് ഉമ്മയുടെ എത്ര മക്കളുണ്ട്? എനിക്ക് ഒരു മോനും ഒരു മോളും ഉണ്ട്. മോളുമാണ്. ജവാദ് എത്ര കൊല്ലമായി പോയിട്ട്? 2 വർഷമായി. 2 വർഷമായി. കല്യാണം കഴിച്ചിട്ടുണ്ടോ ജവാദ്? ഇല്ല. എത്ര വയസ്സുണ്ടെന്നാ പറഞ്ഞ്? 27-ാമത്തെ വയസ്സ്. 27 വയസ്സായി. അപ്പോൾ ജവാദ് ആരാ കൊണ്ടുപോയതുമാ? നമ്മളെ വീട്ടിന് അടുത്തുള്ളൊരു പയ്യനാണ്. അവൻ്റെ കമ്പനിയിലേക്കാണോ കൊണ്ടുപോയത് അതോ വേറെ അറബിയുടെ കൂടെയാണോ? വേറെ അറബിക്കാണ്. ഹൗസ് ഡ്രൈവറായിട്ടാണ് പോയത്. അവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടിയോ? അവിടെ എല്ലാം കിട്ടി. അവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ട്. അറബിയുടെ കൂടെ തന്നെയാണോ ജോലി ചെയ്യുന്നത്? അറബിയുടെ കൂടെ തന്നെ. പക്ഷെ അറബി മോൻ അറിയാതെ വീണ്ടും വീണ്ടും വിസ ഇപ്പോഴും 2 വർഷത്തേക്ക് വീണ്ടും അടിച്ചിട്ടും വലിയ വണ്ടി ഓടിക്കുന്നു. ഹൗസ് ഡ്രൈവറെ വിസയാണ്. അതിക്കോട്ടെ, ഞാൻ അതൊക്കെ മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ആ വിസ ഇപ്പോൾ വലിയ വണ്ടിയല്ലേ ഓടിക്കുന്നത്? ഇപ്പം വലിയ വണ്ടി അതിന് ലൈസൻസ് ഇല്ലേ കയ്യിൽ? എല്ലാം ഉണ്ട്. പിന്നെന്താ പ്രശ്നം? ഈ അറബി കയറ്റി വിടൂല. നാട്ടിലേക്ക് ലീവിന് വരാൻ സമ്മതിക്കൂല. അതല്ലേ പ്രശ്നമുള്ളൂ. വരത്തില്ല. വരണമെന്ന് പറയണെങ്കിൽ അടിക്കും ഈ അറബി. അത് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അതായത് അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മോനെ കയറ്റി. ഇതിപ്പോ എവിടെയാണ് ഉള്ളത് ഇയാള്? അൽ കസീം. അവിടെ നമ്മുടെ ആളുകളുണ്ട്, മനസ്സിലായില്ലേ? ജവാദിനെ അൽ കാസിമിയിലുള്ള നമ്മളെ ആളുകൾ കാണും. നമ്മളെ ആളുകളെ കാണാൻ പറയണം. പ്രവാസ ലോകത്തിന്റെ പ്രതിനിധികൾ അവിടെ ഉണ്ട്. അവരെ പോയി കണ്ടാൽ അവര് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഇടപെടും. മനസ്സിലായില്ലേ? പിന്നെ ഒരു ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ടോ? ശമ്പളം ഇതിൻ്റെ ഇടയിൽ വെച്ചിപ്പം 2-3 തവണ ശമ്പളം എന്തിനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാതെ നാട്ടിൽ വരണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉറക്കമൊന്നുമില്ല. 24 മണിക്കൂറും പണിയാണ്. എനിക്ക് മനസ്സിലായി. എൻ്റെ പലരും എന്നോട് അങ്ങനത്തെ അനുഭവങ്ങൾ പലരും പറഞ്ഞുകൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അറബി പറയുന്ന ഈ എംബസിയിലേക്ക് ഉമ്മയുടെ മകൻ ഒരു കത്തയക്കണം. എംബസിയിലേക്ക് അവിടുത്തെ എംബസിയിലേക്ക് ഞാനിങ്ങനെ ഇന്ന അറബിയുടെ കീഴിൽ ജോലി ചെയ്യുകയാണെന്നും എനിക്ക് നാട്ടിൽ പോകണമെന്നും പറഞ്ഞ് എംബസിയിൽ പോയിട്ട് പരാതി കൊടുക്കണം. മനസ്സിലായില്ലേ? അത് ആ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആളുകളും ഈ ജവാദിനെ ബന്ധപ്പെടും.
അതിൽ നിന്നുണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ എംബസി ഇടപെടും, അറബിയോട് സംസാരിക്കും. അതുപോലെ തന്നെ നമ്മളെ പ്രവർത്തകരും ഈ കുട്ടിയെ സഹായിക്കാൻ ചെല്ലും. ഉമ്മ വിഷമിക്കേണ്ടതില്ല, ഏതെങ്കിലും തരത്തിൽ നമ്മൾ നാട്ടിലെത്തിക്കാൻ പറ്റും. കാരണം ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ഒന്ന് പ്രധാനമായിട്ടും ഈ കുട്ടി അറബിയുടെ കൂടെ തന്നെ ജോലി ചെയ്യുന്നു. രണ്ടാമത് അയാൾക്ക് നിയമപരമായിട്ടുള്ള എല്ലാ സംഗതികളും ഉണ്ട്. വിസ ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെ ആവശ്യം എന്താ വെച്ചാൽ നമുക്ക് ഇയാളെ ജോലി വേണ്ട, നമ്മളെ നാട്ടിലേക്ക് നമ്മളെ മോനുണ്ട് വിട്ടാൽ മതി. ഇതാണല്ലോ അതല്ലേ നമുക്ക് വേണ്ടത്. അതിന് നമ്മൾ എംബസിയിലേക്ക് ഈ ഉമ്മയുടെ മകൻ ഒരു കത്തയക്കണം, എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു, എനിക്ക് നാട്ടിൽ പോകണം, ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എംബസിയിലേക്ക് അയക്കണം. ഇതുകൂടാതെ ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്, അവർ ജവാദിനെ അൽ ഖാസിമിൽ പോയിട്ട് ബന്ധപ്പെടും. അതുപോലെ തന്നെ ഈ മകനും അത്തരത്തിലുള്ള പ്രവാസ ലോകത്തിൻ്റെ ആൾക്കാർ എവിടെയെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും. അവരെ പോയിട്ട് കണ്ടാൽ അവർ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും. മനസ്സിലായില്ലേ? മോന് ഫോണില്ലേ? മോനിക്ക് ഫോൺ നമ്പർ എല്ലാം ഫോൺ നമ്പർ നമ്മൾ ഇതിൽ കൊടുക്കും. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാവും. എനിക്ക് തോന്നുന്നു ഉമ്മയുടെ സങ്കടം തീർന്നു കിട്ടുമെന്നായിരിക്കും. അവിടെ നിന്ന് വരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് കള്ളക്കേസ് കുടിക്കുന്നില്ല. അതൊന്നും ഉണ്ടാവില്ലാന്നേ. അങ്ങനെ കള്ളക്കേസിലൊന്നും കൊടുക്കാൻ പറ്റില്ല. എല്ലാ കള്ളക്കേസിലും കൊടുക്കാൻ പറ്റുമോ? നേരത്തെ രണ്ടുപേര് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടുപേരും ഈ പിള്ളേരെ മുമ്പായിട്ട് അടിച്ച് അതിനൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാവും. നമ്മൾ ആ നിലയിൽ ബന്ധപ്പെടും, ആ നിലയിൽ ഇത് ചെയ്യും. എനിക്ക് പ്രവാസലോക പ്രവർത്തകരോടും ഇന്ത്യൻ എംബസിയോടും പറയാനുള്ളത്, ഇത്തരത്തിലുള്ള അനുഭവങ്ങളുള്ള ഒട്ടേറെ ആളുകളെ എനിക്ക് കണ്ടുമുട്ടുണ്ടായി. ഭക്ഷണം കൊടുക്കാതിരിക്കുക, അടിക്കുക, വീട്ടുവേലയ്ക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുപോവുക, വീട്ടുവേലയും ചെയ്യിക്കുക, ശമ്പളവും കൊടുക്കില്ല, ഭീകരമായിട്ട് ഭേദ്യം ചെയ്യുക. എനിക്ക് എൻ്റെ അടുത്തൊരു പയ്യൻ വന്നിട്ട് ഭക്ഷണം കൊടുക്കില്ല. ഭക്ഷണം കൊടുക്കണ പ്രശ്നമില്ല, ശമ്പളം കൊടുക്കും, ഭക്ഷണം കൊടുക്കില്ല, ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കാനും സമ്മതിക്കില്ല. അത്തരത്തിലുള്ള വലിയ വാശിക്കാരായിട്ടുള്ള സ്പോൺസർമാർ നിരവധി ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിലൊക്കെ എംബസിക്ക് ഇടപെടേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാം മാന്യമാണ്, ശരിയാണ് എന്ന് പറയരുത്. എല്ലാ സ്പോൺസർമാരും യോഗ്യന്മാരാണ്, ജോലി ചെയ്യാൻ പോയവരാണ് തിണ്ടികൾ എന്നുള്ള നിലയിൽ കാര്യങ്ങൾ കാണരുത്. എംബസി പരാതിയായിട്ട് വരുന്നവൻ മോശക്കാരനും പരാതിക്ക് അടിസ്ഥാനമാകുന്ന ആളുകൾ കേമന്മാരുമാകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. ആ മനസ്സ് നിങ്ങൾ മാറ്റണം. ഇത്തരത്തിലുള്ള ന്യായമായ ആവശ്യങ്ങൾ, 2 വർഷമായിട്ട് ജോലി ചെയ്യുന്നു, ശമ്പളമല്ല, അടിക്കുക, ഇടയ്ക്ക് ഭക്ഷണം കൊടുക്കില്ല, ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്ന ആളുകളുടെ കുറിച്ച് യാതൊരു പരാതിയില്ല. നമ്മളെ വലിയ വലിയ ആളുകൾക്ക് അത്തരത്തിലുള്ള പരാതികളൊന്നുമില്ല. അവരൊക്കെ പറയുന്ന അവിടെ അതൊന്നും ശരിയല്ല. ഏത് ശരിയല്ല എന്ന് ഈ പറയണത്? നമ്മളെ ഈ ഉമ്മ വന്നിട്ട് പറയണത് ശരിയല്ല എന്നാണ് പറയുന്നത്. ഞാൻ പറയണത് ഉമ്മ പറയുന്നത് ശരിയാണ് എന്ന് പറയാണ്. ഉമ്മയുടെ ഭാഗത്താണ് ഞാൻ. ആയിരക്കണക്കിന് ഉമ്മമാരും ആയിരക്കണക്കിന് തൊഴിലാളികളുമുള്ള ഈ ലോകത്ത് അവരുടെ പക്ഷത്താണ് ഞങ്ങൾ എന്ന് ഞങ്ങൾക്ക് പറയാൻ ഒരു ധൈര്യക്കുറവുമില്ല, ഒരു ഭയവുമില്ല. ഞങ്ങൾ ജാവദിൻ്റെ പക്ഷത്ത് തന്നെയാണ്, ഒരു സംശയം ആർക്കും വേണ്ട. അദ്ദേഹത്തെ സഹായിക്കാൻ എല്ലാവരും രംഗത്ത് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മാതാവിനെ ഞങ്ങൾ അയക്കണം. പൊക്കോളെ. വിദേശങ്ങളിലും സ്വദേശങ്ങളിലും കാണാതാവുന്ന മനുഷ്യരെക്കുറിച്ചുള്ള അന്വേഷണമാണ് പ്രവാസലോകം ചെയ്യുന്നത്. കാണാതായ ആളെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്ന ആളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. മകനെ കാത്തിരിക്കുന്ന ഉമ്മയുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസലോകം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.